English Matters. ഷോ, നിനക്ക് നമ്മുടെ രണ്ടുപേരുടെയും ഇടയിൽ തന്നെ ഇരിക്കണമെന്ന് എന്താ ഇത്ര നിർബന്ധം? അതെ, ഈ സ്ഥലത്തിരുന്നാലേ നിങ്ങളുടെ എല്ലാവരുടെയും ഇടയിൽ എന്താണ് ഇത്ര ഗംഭീര ചർച്ച എന്ന് വ്യക്തമായി മനസ്സിലാവുകയുള്ളൂ. ഡിയർ ഫ്രണ്ട്സ്, ഈ സംഭാഷണം ശ്രദ്ധിച്ചു കേട്ടിരിക്കുമല്ലോ. ഹോപ്പ് യു ലിസൺഡ് ടു ദിസ് കോൺവെർസേഷൻ അറ്റൻറ്റീവ്ലി. ഇടയിൽ എന്ന വാക്ക് രണ്ട് പേരും പറയുന്നുണ്ട്. ആദ്യത്തേത് രണ്ട് പേരുടെ ഇടയിൽ എന്നാണെങ്കിൽ രണ്ടാമത്തേത് എല്ലാവരുടെയും, അതായത് രണ്ടിൽ കൂടുതൽ വ്യക്തികളുടെ ഇടയിൽ എന്നാണ്. ഇംഗ്ലീഷ് ട്രാൻസ്ലേഷനിൽ ആദ്യത്തെ ഇടയിൽ ബിറ്റ്വീൻ ആണ്, രണ്ടാമത്തേത് അമങ്. ഇന്ന് ബിറ്റ്വീൻ എന്ന വാക്കിനെ അടുത്തറിയാം. ടുഡേ ലെറ്റ് us understand the word between. 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 തമ്മിൽ, ഇടയിൽ, മധ്യത്തിൽ. In the middle of. അതായത് രണ്ട് വ്യക്തികൾ, വസ്തുക്കൾ, സ്ഥലം, സമയം എന്തും പരാമർശിക്കുന്നത് രണ്ടെണ്ണമാണെങ്കിൽ അവ തമ്മിൽ, അവരുടെ ഇടയിൽ, മധ്യത്തിൽ. രണ്ടിൽ കൂടുതൽ ആണെങ്കിൽ ബിറ്റ്വീൻ എന്ന പദം ഉപയോഗിക്കില്ല. ബിറ്റ്വീൻ is used to refer to the space in the middle of two persons, places, days, months, time points, actions, etc. നിനക്ക് നമ്മുടെ രണ്ടു പേരുടെയും ഇടയിൽ തന്നെ ഇരിക്കണം എന്ന് എന്താണ് ഇത്ര നിർബന്ധം? ഇതാണ് നമ്മൾ ആദ്യം കേട്ട വാചകം. Why are you so particular about sitting in between the two of us? Why are you so particular about sitting between the two of us? The child wants to sit between her father and mother. കുട്ടിക്ക് അവളുടെ അച്ഛൻ്റെയും അമ്മയുടെയും ഇടയിൽ ഇരിക്കണം. The child wants to sit between her father and mother. If there is a competition between Neeta and Preeta, Neeta will definitely win. നീതയും പ്രീതയും തമ്മിൽ ഒരു മത്സരമുണ്ടായാൽ തീർച്ചയായും നീത ജയിക്കും. If there is a competition between Neeta and Preeta, Neeta will definitely win. There are no direct flights between Kannur and Pune. കണ്ണൂരിനും പൂനെയ്ക്കും ഇടയിൽ നേരിട്ടുള്ള ഫ്ലൈറ്റുകൾ അഥവാ വിമാന സർവീസുകൾ ഇല്ല. അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള യാത്രയാണ് ഇവിടെ ബിറ്റ്വീൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. Here, between conveys the to and fro journey. There are no direct flights between Kannur and Pune. The chief guest is expected to arrive between 9 a.m. and 9:30 a.m. മുഖ്യാതിഥി രാവിലെ 9 മണിക്കും 9:30 ഇടയിൽ എത്തുമെന്ന് പ്രതീക്ഷിക്കുന്നു. The chief guest is expected to arrive between 9 a.m. and 9:30 a.m. Identify the difference between these two pictures. ഈ രണ്ട് ചിത്രങ്ങളും തമ്മിലുള്ള വ്യത്യാസം തിരിച്ചറിയുക. Identify the difference between these two pictures. There appears to be a connection between the two incidents. രണ്ട് സംഭവങ്ങളും തമ്മിൽ ഒരു ബന്ധമുള്ളതായി കാണപ്പെടുന്നു. There appears to be a connection between the two incidents. Incident, INCIDENT. Incident, സംഭവം. The secret should remain between us. ഈ രഹസ്യം നമ്മുടെ ഇടയിൽ നിൽക്കണം. ഇവിടെ നമ്മുടെ എന്നാൽ രണ്ട് പേരെയാണ് ഉദ്ദേശിക്കുന്നത്. Here, the word us refers to two persons. The secret should remain between us. We shared the entire prize money between us. മുഴുവൻ സമ്മാനത്തുകയും നമ്മൾ തമ്മിൽ അഥവാ നമ്മുടെ ഇടയിൽ പങ്കിട്ടെടുത്തു. We shared the entire prize money between us. ഇവിടെയും us എന്നാൽ രണ്ടു പേരെയാണ് ഉദ്ദേശിക്കുന്നത്. നമ്മൾ തമ്മിൽ എന്നാൽ നമ്മൾ രണ്ടു പേർ തമ്മിൽ. The sandwich has cheese and some vegetables between two slices of bread.
സാൻഡ്വിച്ചിൽ 2 റൊട്ടിക്കഷണങ്ങളുടെ മധ്യത്തിൽ ചീസും പച്ചക്കറികളുമാണ് ഉള്ളത്. ദ സാൻഡ്വിച്ച് ഹാസ് ചീസ് ആൻഡ് സം വെജിറ്റബിൾസ് ബിറ്റ്വീൻ 2 slices ഓഫ് ബ്രെഡ്. സാൻഡ്വിച്ച് SANDWICH സാൻഡ്വിച്ച്. ഉച്ചാരണം ശ്രദ്ധിക്കുക, സാൻഡ്വിച്ച് ആണ്, സാൻഡ്വിച്ച് അല്ല. ചെകുത്താനും കടലിനും നടുവിൽ. എപ്പോഴെങ്കിലും ഈ അവസ്ഥയിലൂടെ കടന്നുപോയവരായിരിക്കും നമ്മളിൽ ഏറിയ പേരും. ഇതിന് സമാനമായ ഇംഗ്ലീഷ് ഇഡിയമാണ് ബിറ്റ്വീൻ ദ ഡെവിൾ ആൻഡ് ദ ഡീപ് സീ. English Matters, presented by Smita Manikot.